ഹലോ ഗൈസ്, അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സർപ്രൈസ് ആയിട്ട് അണ്ണനും മാമി എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. അച്ഛന് ഇത് അറിയത്തില്ല, കേക്ക് മേടിച്ച് തന്നെയാണ്. നമുക്ക് സെറ്റ് ചെയ്യാം, പാട്ടൊക്കെ സെറ്റ് ചെയ്ത്. അച്ഛൻ്റെ ഫേവറേറ്റ് കേക്കാണ് നട്ടി ബബ്ലി. എപ്പോഴും പറയും നട്ടി ബബ്ലി നട്ടി ബബ്ലി എന്ന്. അപ്പം ഞങ്ങൾ എന്തായാലും അച്ഛൻ്റെ ബർത്ത്ഡേക്ക് നട്ടി ബബ്ലി മേടിക്കൂ എന്നുണ്ടായിരുന്നു. അച്ഛൻ ഞെട്ടിപ്പോയ നിമിഷമാണിത്. ഇത്ര സെറ്റാക്കും എന്ന് അച്ഛൻ വിചാരിച്ചില്ല. കണ്ടോ? അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ കേക്ക് ഉണ്ടാവും. നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും, ബട്ട് വെളിയിൽ പോകാം എന്നുള്ള ഫുഡ് കഴിക്കാം ആ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് കേക്ക് വരും, കേക്ക് മുറിക്കും എന്ന് യാതൊരു ഐഡിയ ഇല്ല. അതുവരെ കേക്കില്ല അച്ഛ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും കഞ്ഞി അഞ്ചാണ് നമ്മുടെ കണക്ക്. കഞ്ഞി അഞ്ച് എന്നാണോ അന്നാണ് അച്ഛൻ്റെ ബർത്ത്ഡേ. അതാട്ടോ കണക്ക്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് നേരെ വിട്ടത് നമ്മൾ വെളിയിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ റിസർവ്ഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആവി റെസ്റ്റോറൻറ്റിലാണ് പോയത് വൈക്കത്ത്. അപ്പം അവിടെ ചെന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. നമ്മൾ നേരത്തെ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രാഗൺ അൽഫാമാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഫേവറേറ്റാണ് അവിടുത്തെ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, സൂപ്പറാണത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നാലും ഇതുപോലെ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് സെലിബ്രേഷൻ. നിങ്ങളുടെ വീട്ടിൽ